അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അമേരിക്കൻ ജനതയെ പോലെ തന്നെ വളരെയേറെ പ്രതീക്ഷയോടുകൂടെയായിരുന്നു ലോക ജനത അമേരിക്കയിലെ ട്രംപിന്റെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവിന് നോക്കിക്കണ്ടിരുന്നത്. താൻ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കും, നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു പ്രചരണ കാലത്ത് ട്രംപ് പ്രധാനമായി മുന്നോട്ട് വെച്ചിരുന്ന വാദം. അധികാരത്തിലെത്തി 2 ആഴ്ചക്കകം അതല്ലെങ്കിൽ 1 മാസത്തിനകം നിലവിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധമായാലും അതല്ലെങ്കിൽ ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടായാലും സമീപ രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളായാലും എല്ലാം അവസാനിപ്പിച്ച് ഒരു സമാധാനപൂർണമായ ഒരു ലോകം സൃഷ്ടിക്കലാണ് തന്റെ സ്വപ്നം എന്ന് പറഞ്ഞ് ട്രംപ് അധികാരത്തിലേറിയപ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. എല്ലാവരും ട്രംപ് ഒരു ബിസിനസ് മൈൻഡുള്ള വ്യക്തിയാണല്ലോ. ട്രംപ് പ്രധാനമായും ബിസിനസ്സിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലെ തന്നെ ട്രംപിനൊരു നോബൽ സമ്മാനത്തിലൊരു പ്രതീക്ഷയുമുണ്ട്, അത് ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനത്തിന് വേണ്ടി ട്രംപ് ശ്രമിക്കുമെന്നാണ് ട്രംപിനെ വിജയിപ്പിച്ച അമേരിക്കയിലെ വലതുപക്ഷ പാർട്ടിക്കാർ വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാര്യങ്ങൾ നേരെ തിരിച്ചായിരുന്നു. ട്രംപ് പഴയകാല മുൻകാല അമേരിക്കൻ പ്രസിഡന്റുമാരുടെ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ചിലപ്പോൾ അതിനേക്കാളും വലിയ ക്രൂരമായ രീതിയിലാണ് ട്രംപ് ഇടപെടുന്നത്, ലോകത്ത് ഇടപെടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അധികാരത്തിലേറുന്നതിന് മുമ്പ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നരനായാട്ട് തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അവിടെയുള്ള നിരപരാധികളെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നവരെ വരെ വളരെ ക്രൂരമായി കൂടുതലായി കൊലപ്പെടുത്താൻ തുടങ്ങിയത് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമാണ്. ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നിരുന്ന കുഞ്ഞുങ്ങളെയാണ് ക്രൂരമായ രീതിയിൽ വെടിവെച്ച് ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. നേരത്തെ ബന്ദികളെ മോചിപ്പിക്കാനാണ്, ഹമാസിനെ ഇല്ലാതാക്കാനാണ് എന്ന പേരിലാണ് ഗസയിൽ ഉടനീളം ആക്രമണം നടത്തിയത്, ആ നാടാകെ തകർത്തതെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ജനതയെ മുഴുവൻ ഉപരോധിച്ച് അവിടെ UN നൽകിക്കൊണ്ടിരുന്ന ഭക്ഷ്യസഹായങ്ങളും മറ്റുമൊക്കെ നിർത്തലാക്കി. UN-ന്റെ പ്രതിനിധികളെയോ അതല്ലെങ്കിൽ അവരുടെ സഹായ വിതരണക്കാരെയോ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങൾ തന്നെ അവിടത്തേക്ക് വേണ്ടുന്ന ഭക്ഷണ വിതരണം നടത്തിക്കോളാം എന്നാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവിടെ ഇപ്പോൾ നിലവിൽ കുറഞ്ഞ ഏതെങ്കിലും സമയത്ത് കുറഞ്ഞ ഭക്ഷണവുമായി ഈ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ആളുകൾ അവിടെ എത്തുകയും ആ ഭക്ഷണം വരുന്നത് കാണുമ്പോൾ ആവേശത്തോടുകൂടെ അതിലേക്ക് ഓടിയടുക്കുന്ന കുഞ്ഞുങ്ങളെ, വെളിച്ചത്തിന്റെ അടുക്കലേക്ക് ഈയാമ്പാറ്റകൾ ഓടിയെടുക്കുന്നത് പോലെ വിശപ്പ് സഹിക്കവയ്യാതെ അങ്ങോട്ട് ഓടി വരുന്ന കുഞ്ഞുങ്ങൾക്ക് നേരെ ക്യൂ തെറ്റിക്കുന്നു, അതല്ലെങ്കിൽ അതിക്രമിച്ച് കടക്കുന്നു, ഭക്ഷണത്തിന് വേണ്ടി ഓടി വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നേരെ നിരന്തരം നിറയൊഴിച്ചുകൊണ്ടേയിരിക്കുന്നത് ട്രംപിന്റെ പിന്തുണയോടുകൂടെ. അതുപോലെ തന്നെയാണ് ഇപ്പൊ നിലവിൽ ഇറാനിലേക്കും അമേരിക്ക ആക്രമണം നടത്തി തുടങ്ങിയിരിക്കുന്നത്. അമേരിക്ക മുൻപുള്ള അതേ പ്രസിഡന്റുമാരുടെ തനതായ ശൈലിയിലേക്ക് തന്നെ നിലവിൽ ട്രംപ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അഫ്ഗാനിലേക്ക് ആക്രമണം നടത്തി, ആ നാട് തകർത്തു. അതുപോലെ തന്നെ ഇറാഖിലേക്ക് നേരത്തെ ആക്രമണം നടത്തി, അവിടെ അണുബോംബുണ്ട്, അവിടെ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റുന്ന മാരക ബോംബുകൾ സദ്ദാം ഹുസൈൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ആദ്യമായി രംഗത്ത് വരുന്നത്, ആ നാടിനെ തകർത്ത് തരിപ്പണമാക്കുന്നത്, അവിടെ എല്ലാവിധ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ആ നാടിന് ഇപ്പോൾ IS തീവ്രവാദികളുടെ കയ്യിലേക്ക് വിട്ടുകൊടുത്തത് അമേരിക്കയാണ്. സദ്ദാം ഹുസൈന് അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ അവിടെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ നാട്ടിൽ അവിടെ പലവിധ ആയുധങ്ങളുമുണ്ട്, ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് പറഞ്ഞ് അവിടെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവിടെ നിന്ന് അത്തരത്തിലുള്ള ഒരായുധമോ ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ലോകം കണ്ട യാഥാർത്ഥ്യമാണ്. സദ്ദാം ഹുസൈൻ ധീരനായൊരു ഭരണാധികാരി ആയതുകൊണ്ട് അയാൾ അമേരിക്കക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറായില്ല. അവസാന ശ്വാസം വരെയും പോരാടി. അവസാനം തൂക്കിലേറ്റുന്ന സമയത്ത് പോലും അമേരിക്ക നശിക്കട്ടെ, ഇസ്രായേൽ നശിക്കട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ധീരതയോടുകൂടെ ഈ ലോകത്തോട് വിട പറഞ്ഞ നേതാവാണ് സദ്ദാം ഹുസൈൻ. അതേ അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ ഇറാനിലേക്കും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആണവായുധമില്ല എന്ന് നിരന്തരം ഇറാൻ വിളിച്ചു പറഞ്ഞിട്ടും നിങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ ആ ഇറാൻ ലോകത്തിന് ഭീഷണിയാണ് എന്നാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് അമേരിക്കയ്ക്ക് ഇറാനെ കൊണ്ടുള്ള ഭീഷണി? ഇസ്രായേലിന് എന്താണ് ഇറാൻ ഭീഷണി മുഴക്കുന്നത്? ഒന്നുമില്ല. നിരന്തരം ഇറാനിനെ ഇവരെ ആക്രമിക്കുക എന്നതല്ലാതെ കാര്യമായി ഇത്രയും കാലം ഇറാന്റെ ഭാഗത്തു നിന്ന് അമേരിക്കക്കെതിരെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയോ ഒരു സൈനിക നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത്? ഇപ്പോൾ ഇറാനിലേക്കും അമേരിക്ക അവിടുത്തെ ആണവായുധം നശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ആക്രമണം നടത്തി.
ആരാണിത്? ലോക പോലീസ് സമയുന്ന തങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് അവർക്കറിയാം, ലോകത്തിനറിയാം. അമേരിക്ക അത് നിർമ്മിക്കുന്നുണ്ട്, അമേരിക്കയുടെ കയ്യിലുണ്ട്. അമേരിക്കയുടെ കയ്യിലില്ലാത്ത ആയുധങ്ങൾ ഏതാണുള്ളത്? ഇസ്രയേലിന്റെ കയ്യിലുമുണ്ട്. അപ്പൊ എന്താണ്? തങ്ങൾക്കാവാം, മറ്റൊരാൾക്കും ഇത് ആവരുത് എന്നുള്ള അവരുടെ ധാർഷ്ട്യം, അവരുടെ ആ ഒരു അഹങ്കാരം. ഇത്രയും കാലം തങ്ങളുടെ ഉപരോധത്തിൽ കടന്നിട്ടും വീണ്ടും അവർ ശക്തി പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തങ്ങളുടെ അടിമകളെ പോലെ ജീവിക്കുന്ന, തങ്ങൾ പറയുന്നതനുസരിച്ച് നിൽക്കുന്ന ഒരു രാജ്യത്തുമല്ലാതെ ഒരു സ്ഥലത്തും ആണവായുധമോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാജ്യമോ ലോകത്ത് വളർന്നു വരാൻ പാടില്ല എന്നുള്ള അവരുടെ കർക്കശമായ അവരുടെ ആ ഒരു അഹങ്കാരം, അവരുടെ ധാർഷ്ട്യം തന്നെയാണ് ഇതിലൂടെയൊക്കെ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും പാശ്ചാത്യ ശക്തികൾക്കൊക്കെ ലോകത്തൊരു പൊതുവായൊരു ചിന്ത, ഒരു പൊതുവായൊരു മനോഭാവം രൂപപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തങ്ങൾ എന്ത് ചെയ്താലും അത് സമാധാനത്തിന് വേണ്ടി, മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തീവ്രവാദം, ഭീകരവാദം, അത് അവരുടെ മതത്തിന്റെ കുഴപ്പം എന്നൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടെ 3 കോടിയിലധികം മുസ്ലിമീങ്ങളെ മാത്രം അമേരിക്ക കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആരും അമേരിക്ക തീവ്രവാദമാണ് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മതത്തെ ആരും കുഴപ്പം പറയുന്നില്ല. മറിച്ച് ഈ കൊല്ലപ്പെടുന്ന നിരപരാധികളെ തീവ്രവാദികളും ഭീകരവാദികളുമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം. അത് തന്നെയാണ്. ആരെങ്കിലും ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകളെ കുറിച്ച് കാര്യമായി ശബ്ദിക്കുന്നുണ്ടോ? ആരും ശ്രദ്ധിക്കുന്നില്ല. നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അവർ കൊലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഗസയിലേക്ക് പട്ടാളത്തെ അയക്കുന്ന സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവിടെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വരെ നിങ്ങൾ കൊല്ലപ്പെടുത്തണമെന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടാണ് പറഞ്ഞയക്കുന്നത്. ലോകത്ത് ഇന്നേ വരെ ഒരു ഭരണാധികാരിയും ചെയ്യാത്ത അത്രയും വലിയ ക്രൂരത. വെറുതെയൊന്നുമല്ല ഹിറ്റ്ലർ പണ്ട് ഇത്രയും അധികം 50 ലക്ഷത്തിലധികം ജൂതന്മാരെ കൊലപ്പെടുത്തിയത്. കുറച്ചു പേരെ ബാക്കി വെച്ചപ്പോൾ അന്ന് ഹിറ്റ്ലർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ അറിയും എന്തിനാണ് ഇവരെ ഞാൻ കൊലപ്പെടുത്തിയത് എന്ന് പിൽക്കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന്. വെറുതെ ഹിറ്റ്ലർ ജൂതന്മാരെ കൊലപ്പെടുത്തിയതല്ല, അതിനൊക്കെ പ്രധാനമായി ഒരുപാട് കാരണങ്ങളുണ്ട്. ഹിറ്റ്ലർ ജൂതന്മാരെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ലോകത്ത് എവിടെയെങ്കിലും സമാധാനത്തോടുകൂടി ജീവിച്ച ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് മുസ്ലിം ഭരണ പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരിടത്തും ജൂതനെ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും അമേരിക്കയിൽ ജൂതൻ എന്ന് കേട്ടാൽ കളിയാക്കുന്ന ആളുകൾ ഇന്നും അമേരിക്കയിലുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇസ്രയേലിന് അമേരിക്ക വഴിപ്പെടുന്നു എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇസ്രയേലിനൊപ്പം അമേരിക്ക നിൽക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ, അവിടെയാണ് ജൂതന്റെ ചതിയും ജൂതന്റെ തന്ത്രങ്ങളും ഒക്കെ ഒളിഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ രഹസ്യങ്ങളായാലും അത് വേറെ ജൂതന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരെ ചതിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ജൂതന്റെ ഏറ്റവും വലിയ തന്ത്രം. അതാണ് മൊസാദിന്റെ വിജയം എന്ന് പറയുന്നത്. മൊസാദ് എല്ലായിടത്തും കയറി ചതിയിലൂടെ എല്ലാ രാജ്യത്തിന്റെയും രഹസ്യങ്ങൾ ചോർത്തുന്നു, അവിടെയൊക്കെ അതിക്രമിച്ച് കടക്കുന്നു, അവിടെയുള്ള ഭരണാധികാരികളെ ചതിയിലൂടെ കൊലപ്പെടുത്തുന്നു. ഇത് തന്നെയാണല്ലോ മൊസാദ്, ഇത് തന്നെയാണ് യഥാർത്ഥ ജൂതന്റെ സ്വഭാവവും. അതുകൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജൂതർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ജൂതൻ എന്ന് പറയുന്ന ഒരു മതത്തിനോടുള്ള പ്രശ്നമല്ല, അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്നുള്ളതാണ്. ഇവർ പണ്ടേ മുതൽ അക്രമകാരികളാണ്, പണ്ടേ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നവരാണ്. അതല്ലെങ്കിൽ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഇവർക്ക് അഭയം നൽകിയ പലസ്തീനികളോട് ഇവർ ഈ ക്രൂരത ചെയ്യില്ലല്ലോ. ഇവർക്ക് അഭയം നൽകി, ഇവരെ അവിടെ താമസിക്കാൻ അവസരം നൽകി. പക്ഷെ ബ്രിട്ടൻ എന്ന് പറയുന്ന ഇന്നത്തെ അമേരിക്കയുടെ സ്ഥാനത്ത് നിൽക്കുന്ന, അന്നത്തെ ലോകത്ത് മുഴുവൻ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് ഈ ഫലസ്തീനിൽ നിന്ന് പിൻവാങ്ങുന്ന സമയത്ത് ഫലസ്തീനിന് സ്വാതന്ത്ര്യം നൽകാതെ, അല്ലെങ്കിൽ ഫലസ്തീനിനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാതെ ഇസ്രയേലിലെ ജൂതന്മാർക്ക് അവർക്കൊരു രാജ്യമുണ്ടാക്കാനുള്ള അവസരം നൽകി എന്നുള്ളതാണ്. എന്തിനാണ് ഈ അവസരം നൽകിയത് ബ്രിട്ടന്? ലോകത്തെ എല്ലായിടത്തും ബ്രിട്ടീഷിന്റെ അധിനിവേശത്തിന് കാര്യമായ തടസ്സം നിന്നിരുന്നത് മുസ്ലിമീങ്ങളായിരുന്നു. ഇന്ത്യയിൽ തന്നെയായാലും അതുപോലെ ലോകത്തെ എല്ലായിടത്തും ബ്രിട്ടീഷുകാർ എവിടെയൊക്കെ അധിനിവേശം നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ കാര്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ളത് മുസ്ലിമീങ്ങളാണ്. ആ മുസ്ലിമീങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള നിലക്കാണ് അവിടെ ഇസ്രയേലിന് ഒരു രാജ്യമുണ്ടാക്കാൻ ബ്രിട്ടൻ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. ബ്രിട്ടൻ അറിയാം ജൂതൻ വഞ്ചിക്കും, ജൂതൻ പരിസരത്തുള്ളവരെ മുഴുവൻ ആക്രമിക്കും, അവരുടെ മനസ്സിൽ മുഴുവൻ എങ്ങനെ വഞ്ചിക്കാം, എങ്ങനെ മറ്റുള്ളവരെ ആക്രമിക്കാം. ജൂതന് മറ്റുള്ളവരുടെ ചോര കണ്ടാൽ ജൂതന് അതിലൊരു മനപ്രയാസം ഉണ്ടാകില്ല എന്ന് കൃത്യമായി അറിയുന്നവരാണ് ഈ ബ്രിട്ടീഷുകാർ. അങ്ങനെയാണ് ഈ ഫലസ്തീനികളെ നിരന്തരമായി ആക്രമിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അറബ് രാജ്യത്തെ മൊത്തം ആക്രമിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇസ്രയേലിന് ഒരു രാജ്യം ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നതും. ഇപ്പുറത്ത്
ഫലസ്തീനികളെ അടിമകളാക്കി വെക്കുകയും അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 21-ാം നൂറ്റാണ്ടിൽ മറ്റൊരു രാജ്യത്തിന് കീഴിൽ മറ്റൊരു രാജ്യം ഒരു രാജ്യത്തെ അടിമകളെ പോലെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രയേൽ, ഈ ഗസയിലെ ജനങ്ങളെ അല്ലാതെ മറ്റാരെയാണ് ലോകത്ത് വേറൊരു രാജ്യം മറ്റൊരു രാജ്യത്തെ അടിമകളാക്കി വെച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ വേറൊരു രാജ്യം ഇങ്ങനെ ലോകത്തില്ലല്ലോ. സ്വന്തമായി എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാൻ ഗസയിലെ നിവാസികൾക്ക് അല്ലെങ്കിൽ ഫലസ്തീനികൾക്ക് അവകാശമില്ല. ഇസ്രയേൽ പറയുന്ന ഭക്ഷണം അവിടെ കഴിക്കാൻ പാടുള്ളൂ. ഇസ്രയേൽ അനുവദിച്ച സാധനം മാത്രമേ ഗസയ്ക്കകത്തേക്ക് പതിറ്റാണ്ടുകളായി കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ കാലങ്ങളായി ഇസ്രയേൽ ഉണ്ടായത് മുതൽ ഇസ്രയേലിന്റെ ഉപരോധത്തിൽ കഴിയുന്ന രാജ്യമാണ് ഈ ഗസ എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ ഉപരോധം സഹിക്കവയ്യാതെയാണ് 2023 ഒക്ടോബറിൽ ഗസയിൽ നിന്ന് ഇസ്രയേലിലേക്ക് അവിടുത്തെ ഹമാസ് കടന്നു കയറി ആക്രമണം ഉണ്ടാകുന്നതും മറ്റുമൊക്കെ. ഇതുവരെ ഇസ്രയേൽ ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത് ലോകം ശ്രദ്ധിച്ചിരുന്നില്ല. അവിടുത്തെ ജനങ്ങളെ ഇല്ലാതാക്കുന്നത്, സ്ത്രീകളെ ഇല്ലാതാക്കുന്നത് വലിയ വിഷയമായി ആരും കണ്ടിരുന്നില്ല. പക്ഷെ ഒക്ടോബർ 7-ന് ഹമാസ് തിരിച്ചടിച്ചപ്പോൾ മാത്രം അത് ഇസ്രയേലിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണമായി എല്ലാവരും ചിത്രീകരിക്കുന്നു. അതിനെ ആരും ന്യായീകരിക്കുന്നൊന്നുമില്ല. ഇസ്രയേലിലെ നിരപരാധികളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹമാസ് ചെയ്ത തെറ്റ് തന്നെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അത് മാത്രം ഒരു തെറ്റായി കാണുന്നു. അത്രയും കാലം ഇസ്രയേൽ ഈ ഗസയെ ആക്രമിച്ചത് അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങളെ, പലസ്തീനിലെ ജനങ്ങളെ കൊലപ്പെടുത്തുന്നത് ഒരു തെറ്റായി കാണുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ നോക്കിക്കാണണം. ഇതിനൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? പറയുന്ന ലോക പോലീസ് സമയുന്ന അമേരിക്കയാണ്. അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ ഭയപ്പെട്ടുകൊണ്ട് ലോകം മുന്നോട്ട് പോകണം. ലോക പോലീസായ അമേരിക്ക എന്നും നിലനിൽക്കണം. അതിനുവേണ്ടി നിരന്തരമായി ഇങ്ങനെ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ആ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പരീക്ഷിക്കണം. അത് പരീക്ഷിക്കാൻ ലോകത്തിപ്പോ പറ്റുന്ന സ്ഥലം അത് ഗസയാണ് എന്ന് അമേരിക്ക മനസ്സിലാക്കി. കാരണം അവിടെ നിന്നാകുമ്പോൾ അധികം തിരിച്ചടികളൊന്നും ഉണ്ടാവില്ല. നിരന്തരമായി ഇങ്ങനെ അവർ ആക്രമിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷേ ഗസയെ ഇപ്പോഴും അമേരിക്കയ്ക്കും ഇസ്രയേലിനും മുഴുവനായും അങ്ങ് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല, ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത് അമേരിക്കയുടെയും അല്ലെങ്കിൽ ഇസ്രയേലിന്റെയും മൊസാദിന്റെയും ഒക്കെ ലോക പരാജയം തന്നെയാണ്. കാരണം അവരുടെ മൂക്കിന്റെ തുമ്പിലുള്ള ആ ഒരു സ്ഥലത്ത് പോലും എവിടെയാണ് ബന്ദികളെ പാർപ്പിച്ചത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ലോക പോലീസിന്റെയും അതുപോലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചതിയന്മാരായ ചാരന്മാരായ മൊസാദിന്റെയും വൻ വീഴ്ചയാണ്, പരാജയമാണ്. ആ ജാളിത മറച്ചു വെക്കാനാണ് അവിടെയുള്ള കുഞ്ഞുങ്ങളെ നിരന്തരം കൊലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പുറത്തേക്ക് വന്നാൽ അമേരിക്കയുടെ പാശ്ചാത്യ ശക്തികളുടെ ഉപരോധത്തിൽ കഴിയുന്ന, പതിറ്റാണ്ടുകളായി അവരുടെ ഉപരോധത്തിൽ കഴിയുന്ന ഇറാൻ വീണ്ടും വളരുന്നു എന്ന് കണ്ടപ്പോൾ അതും സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ ഇറാനെയും ആക്രമിക്കുന്നു അമേരിക്കയുടെ പിന്തുണയോടുകൂടെ ഇസ്രയേലും. പിന്നീട് അമേരിക്കയും ആ ഒരു രാജ്യത്തെ കൂടി തകർക്കാൻ രംഗത്തിറങ്ങുകയാണ്. ഏതായാലും ആ രാജ്യത്തെ ഒരു പക്ഷേ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒക്കെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ തകർക്കാനോ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം. കാരണം ഗസയിലുള്ളത് പോലെയല്ല ഇറാനിൽ മൊസാദിന് ധാരാളം ചാരന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കയറി പലപ്പോഴായി നേരത്തെ ആക്രമണം നടത്തിയിട്ടുള്ളതാണ്, ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അമേരിക്കയും ഇസ്രയേലും വിചാരിച്ച അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് നിലവിൽ അവിടെ നിന്ന് വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അടിക്ക് തിരിച്ചടിയും കിട്ടുന്നുണ്ട്. ഇത്രയും കാലം എല്ലാം ഏകപക്ഷീയമായിരുന്നെങ്കിൽ, നിരപരാധികൾ എങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തുക മാത്രമാണ് ഇസ്രയേൽ ചെയ്തിരുന്നത് എങ്കിൽ, പക്ഷെ ഇപ്പൊ തിരിച്ച് ഇറാന്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ടും കിട്ടൽ തുടങ്ങിയിരിക്കുന്നു. ഗസയിലെ ഒരു ഹെൽത്ത് സെന്റർ പോലും ബാക്കി വെക്കാതെ ആക്രമിച്ച് തകർത്ത ഇസ്രയേലാണ്. ഇറാനിൽ നിന്നൊരു മിസൈൽ വന്ന് പതിച്ച് തങ്ങളുടെ ഹോസ്പിറ്റൽ തകർന്നിരിക്കുന്നു. ഇതൊരു യുദ്ധക്കുറ്റമായി ഞങ്ങൾ ഇതിനെ കാണുന്നു, ഞങ്ങൾ ഇതിനെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറയുന്നത് വലിയൊരു ക്രൂരതയായി പറയുന്നത് ആരാണ്? ഗസയിലെ ഒരു ചെറിയൊരു ഹെൽത്ത് സെന്റർ പോലും ബാക്കി വെക്കാതെ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 30 ഹോസ്പിറ്റലുകളും തകർത്ത് ഇൻക്യുബേറ്ററിൽ കഴിയുന്ന കുഞ്ഞുങ്ങളോട് പോലും ദയ കാണിക്കാതെ ആ കുഞ്ഞുങ്ങൾക്കെതിരെ പോലും നിറയൊഴിച്ച് അവരെ കൊലപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരന്മാരായ ഇസ്രയേലാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ. എന്നിട്ട് ആ ഇസ്രയേലിനെയാണ് പറയുന്ന അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ അവരെങ്ങനെ വാനോളം പുകഴ്ത്തുന്നത്. അത് മാത്രമല്ല, ചില അറബ് രാജ്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഈ ഇസ്രയേലിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടായി, അവിടെ ചെറിയ കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറയുമ്പോഴേക്കും UAE-ക്കൊന്നും സഹിക്കാൻ കഴിയണില്ല എന്നുള്ളതാണ്. വിമാനവുമായി അവർക്ക് വേണ്ട സഹായങ്ങളുമായി UAE-യുടെ വിമാനം ഇസ്രയേലിൽ പറന്നിറങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഗസയിലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോഴുള്ളതിനേക്കാളും വലിയ സങ്കടം ഇസ്രയേലിന് എന്തെങ്കിലും പറ്റുമ്പോൾ ഇവർക്കുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ഇവർക്ക് അവരോടുള്ള ബന്ധം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഏതായാലും ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.